ഫ്രണ്ട്സ് മലയാളി പ്രേക്ഷകർ എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു കളിക്കാം ജയിക്കാം. ഞാൻ നിങ്ങളെ അനുവാനം. സോ ഇന്ന് നമ്മുടെ ഷോയിലേക്ക് വരാൻ പോകുന്നത് രണ്ട് ബ്യൂട്ടിഫുൾ കപ്പിൾസ് ആണ്. ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ ഒരു ബ്യൂട്ടിഫുൾ സിംഗറാണ്, അത് മാത്രമല്ല ഒരു റിയാലിറ്റി ഷോ മെന്ററും കൂടിയാണ്. ആൻഡ് അടുത്ത ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു ആക്ടറാണ്, ആർട്ടിസ്റ്റ് ആണ്, പിന്നെ എന്താ പറയുക ആങ്കറാണ്. ഇങ്ങനെ രണ്ട് കഴിവുള്ള ആൾക്കാരാണ് നമ്മൾ ഷോയിലേക്ക് വിളിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം സോണിയ ആൻഡ് അമോദ്. ഹലോ ഹലോ. അല്ല, ഞാൻ രണ്ടുപേരെ വിളിച്ച് ഈ സ്പെഷ്യൽ ഗസ്റ്റിനെ കുറിച്ച് എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ അത് ആരാണ്? പേര് പറയൂ. കണ്ടിട്ട് മനസ്സിലായില്ല? മനസ്സിലായി, മുടി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് സോനി ചേച്ചിയുടെ കുട്ടി. പേരെന്താ പറയൂ? ഈ കുട്ടിയുടെ പേരെന്താ? ആരാധ്യ. ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമ്മളെ ഷോയിലേക്ക് വന്നുള്ളത്. അപ്പൊ സോണിയ ചേച്ചി, ചേട്ടാ പറയൂ, ഹൗ ആർ യു? എങ്ങനെ പോകുന്നു? ഒരുപാട് സന്തോഷം. അനുവിനെ കണ്ടല്ലോ, ഒത്തിരി സന്തോഷം. ഒത്തിരി നാളെ കണ്ടിട്ട് ആദ്യമായിട്ടാണ് ഈ ഷോയിൽ വന്ന ഒരു ഗസ്റ്റ് എന്നെ കണ്ട് സന്തോഷം. എന്നുവെച്ചാൽ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ പ്രോഗ്രാമിനും റെക്കോർഡിങ്ങിനൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ കൊച്ചിയിലായിരുന്നു. അപ്പോൾ വീണ്ടും നാൾ ചെന്നൈയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കളിക്കാൻ ജയിക്കാം എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഹാങ്കറിംഗ് അടിപൊളിയായിട്ട്, പ്രത്യേകിച്ച് അനുവിന്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു കിട്ടുന്ന ഒരു വൈബുണ്ട്. അത് ഭയങ്കര ഇത് മാത്രം കട്ട് ചെയ്താൻ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടർ എന്നോട്. പിടിക്കില്ല, അവർക്കൊന്നും പിടിക്കില്ല. മുഖം കണ്ട് മനസ്സിലാക്കുന്നെന്ന് പലരും പറയും, മുടി കണ്ട് മനസ്സിലാക്കിയെന്ന് പറയും. എനിക്ക് അസൂയുണ്ട് കേട്ടോ. അല്ല ചേട്ടാ, ഫുൾ ആക്ടിംഗ് ഒക്കെയാണ്. ഞാൻ സീരിയലൊക്കെ കാണാറുണ്ട്. ഇങ്ങനെ ഞാൻ നന്നായിട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനൊരു സംഭവം പറയാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, 2-3 ആൾക്കാർ വന്ന് പറഞ്ഞു സോണിയ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു പോലീസ് ഓഫീസറാണ്. ചേട്ടാ ശരിക്കും പോലീസ് ആണോ? ശരിക്കും പോലീസല്ല. ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ശരിക്കും പോലീസല്ല, പക്ഷെ പോലീസ് ആവാൻ ഇഷ്ടമാണ്. അതങ്ങനെ മനസ്സിലായി. അതുകൊണ്ടാണ് പോലീസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തായിരുന്നു, പോലീസ് ആവാനായിട്ട്. ബാക്കി കാര്യം എങ്ങനെയൊക്കെ നാണം കെടുത്താൻ പറ്റുമോ അതെല്ലാം അവള് ശ്രമിക്കാറുണ്ട്. കാണുമ്പോ ഭയങ്കര സ്ട്രിക്റ്റ് ആയ ഒരാള് തോന്നുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കും, പക്ഷെ വീട്ടിൽ പോകുമ്പോ മറ്റേ ഇങ്ങനെയാണോ. എന്നാലും നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങിയാലോ? ഇതാണ് നിങ്ങള് പോഡിയം. അപ്പൊ ഇവിടേക്ക് അല്ലേ? ചേച്ചിക്ക് ഒരു ഹൈഫൈ. മമ്മൂക്ക എങ്ങനെയാ? മമ്മൂട്ടി എങ്ങനെയാ? മോഹൻലാൽ എങ്ങനെയാ? ലാലേട്ടൻ. മോഹൻലാൽ മാറിപ്പോയി. എങ്ങനെ പഠിപ്പിക്കണം. സുരേഷ് ഗോപി. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കൊടുത്തേ. ചേച്ചിക്കാ കൊടുക്കണേ. ചേച്ചിക്കാണ് എനിക്ക് തന്നെ ആവശ്യം. എന്തായാലും നിങ്ങളുടെ പോഡിയം ഇതാണ്. ഗെയിം തുടങ്ങാം. ഓക്കെ, അപ്പൊ കളിക്കാം ജയിക്കാം ഗെയിം റൂൾസ് ഒക്കെ അറിയോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ പോവാം. ഓക്കെ, കളിക്കാം ജയിക്കാം ഫസ്റ്റ് റൗണ്ട് 10 സെക്കൻഡിനുള്ളിൽ. റൗണ്ടിന്റെ ഉള്ളിൽ പോകുന്നതിന് മുന്നേ ഐശ്വര്യമായിട്ട് ഒരു കാർഡ് നിങ്ങളെ കയ്യിൽ നിന്ന് എടുക്കുക. നമ്മൾ ഇതിന് എടുക്കണോ? ഐശ്വര്യം, എനിക്ക് ഐശ്വര്യം ഉണ്ടോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് 6 കൊണ്ട് ഒരു കാർഡ്, ഒരെണ്ണം. ഓക്കെ, സോ 10 സെക്കൻഡിനുള്ളിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലാലേട്ടൻ ആൻഡ് ശോഭന ചേച്ചി ഒരുമിച്ച് അഭിനയിച്ച 4 പടം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മിന്നാരം, തേന്മാവിൻ കൊമ്പത്ത്, മണിച്ചിത്രത്താഴ്. അയ്യോ ഞാൻ 3 പറഞ്ഞു. 3 പടം പറഞ്ഞു, ഒരു പടം. എന്നാലും പറ. ഞാൻ ഇപ്പൊ പറഞ്ഞത് മിന്നാരം, മണിച്ചിത്രത്താഴ്, തേന്മാവിൻ കൊമ്പത്ത്, മിഥുനം, ഉർവശിയ. എന്നാലും അതിന്റെ ഉള്ളിലുള്ള എമൗണ്ട് എത്രയാന്ന് കാണണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. സ്ക്രാച്ച് ചെയ്യുന്നു. 10 സെക്കൻഡ് ആയതുകൊണ്ടാണ്. പക്ഷേ 10 സെക്കൻഡ് അതാണ് ഗെയിം. 10 20 ആക്കാൻ പറ്റുമോ? 30 സെക്കൻഡ് ഞാൻ നോക്കട്ടെ എത്രയാണ്. സൂക്ഷിച്ചു വരയ്ക്കണേ. 1000 രൂപ എനിക്ക്. അതെ, പിന്നെ കമ്പനിക്ക് 1000 രൂപ സാരമില്ല. 1000 ഞങ്ങൾ തന്നു. ആദ്യത്തെ എമൗണ്ട് 1000 റുപ്പീസ് വെച്ച് എനിക്ക് തന്നു. താങ്ക് യു മോളു, താങ്ക് യു സോ മച്ച്. എന്നാലും അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നതിന്റെ മുന്നേ യുവർ ലക്കി കാർഡ്. പേടിയാണല്ലേ കുട്ടീനെ കൊണ്ട് എടുക്കും. ഓഹോ, അങ്ങനെ. അപ്പൊ 10 സെക്കൻഡിനുള്ളിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. പൂക്കളുടെ പേര് ഉപയോഗിച്ചുള്ള 4 സിനിമ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പൂക്കാലം വരവായി, പൂമരം,
പോയോണ്ടിരിക്കുകയാണ്. അയ്യോ താങ്ക് യു. ടൈം അപ്പ്. എന്തല്ലേ ചേട്ടാ, ആ ഒരു ചേച്ചന്റെ കയ്യിലല്ലേ ഇതിപ്പോ കാശ് മൊത്തം അനു കൊണ്ടുപോയല്ലോ. വിരിഞ്ഞ പൂക്കൾ. എടുത്തോ, കുഴപ്പമില്ല, സാരമില്ല. 1010 രൂപ. ഞാൻ ഈ കുട്ടീനെ അനുവിനെ കോടീശ്വരി ആക്കാനുള്ള ഷോ ആണിത്. ഷോ തിരിഞ്ഞു. നിങ്ങൾ വിട്ടുകൊടുക്കുന്ന അമൗണ്ട് ഒക്കെയാണ് എനിക്ക് കിട്ടുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോകുന്നതിന്റെ മുന്നേ ലക്കി കാർഡ് എടുത്തോ. ചേച്ചിയും കൂടി ഒന്ന് എടുത്തേക്ക്. എന്തൊരു സ്നേഹ ചേച്ചിയെടുത്ത് തിരിച്ചാണോ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡയറക്ടർ വിനയൻ സർ സംവിധാനം ചെയ്ത 4 പടം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അതിശയൻ, അത്ഭുതദ്വീപ്, ഇത് വാസന്തി ലക്ഷ്മി. പിന്നെ ഞാൻ ഈ ടൈം സ്ലോ ആണ്, ഒന്നും കൂടി ഫാസ്റ്റ് ആക്കും. ഡയറക്ടർമാരുടെ കാര്യം ചോദിച്ചാൽ പറയും. അപ്പൊ എന്തായാലും ഈ അമൗണ്ട് നിങ്ങൾക്കാണ്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. തെറ്റിക്കില്ലേ? ഈ റൗണ്ടിൽ മാക്സിമം 10,000. അതിൽ 1010 മോളെടുത്തു. ചിലപ്പോ ഇതിനുള്ളിൽ ഒരു 10,000 ഉണ്ടാവും. 0 പതിയം 1 2 0 3 0 പക്ഷെ ഇത് ഞാൻ കൊണ്ടുപോകാൻ പാടില്ല. ഇത് പിടിച്ചു. എനിക്ക് ഒരു വിഷമം. കുഴപ്പമില്ല, താങ്ക് യു. ഡയറക്ടേഴ്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ കടകടകടേന്ന് ഉത്തരം പറയും. എനിക്ക് മാത്രം 1010 രൂപ. കളിക്കാൻ ജയിക്കാമല്ലേ? ഫസ്റ്റ് റൗണ്ട് 10 സെക്കൻഡ് ഉള്ളിൽ നിങ്ങൾ 10,000 rupees ജയിച്ചിരിക്കുകയാണ്. സോനിയ ചേച്ചി കൺഗ്രാറ്റുലേഷൻസ്. എന്താ ഒരു നെടുവീർപ്പ്? അല്ല പിന്നെ എനിക്ക് പോയല്ലോ എന്നുള്ളൊരു വിഷമാണ്. ഇനിയും വരുന്നുണ്ടല്ലോ. അത് എന്റെ അമൗണ്ട് അല്ലേ, എനിക്ക് ഇത്രക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതേ രീതിയാണ് അടുത്ത റൗണ്ടും. അതെ, അടുത്ത റൗണ്ട് 20,000 മാക്സിമം ആണല്ലേ? പെട്ടെന്നോട്ടെ, എന്താ വഹിക്കുന്നേ? സോ കളിക്കാൻ ജയിക്കാമല്ലേ? സെക്കൻഡ് റൗണ്ട്. ഓർമ്മയുണ്ടോ ഈ ഡയലോഗ്? ഓർമ്മയുണ്ടോ ഈ ഡയലോഗിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോകുന്നതിന്റെ മുന്നേ നമുക്ക് ലക്കി കാർഡ് എടുക്കാം. ഇതിൽ മാക്സിമം 20,000 വരെ ഉണ്ട്. അപ്പൊ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അല്ല മൊത്തം എടുക്കാം. തരാം. ഇത് എത്ര തവണ എടുക്കണം? 2 പ്രാവശ്യം എടുക്കണം അല്ലേ? അല്ല 3 റൗണ്ട് ഉണ്ട്. ചേച്ചിയല്ലേ വരാൻ പോകുന്നത്. വായോ, നമുക്ക് വായിക്കാം. ഓർമ്മയുണ്ടോ ഡയലോഗിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? റെഡി. കുട്ടിക്ക് കാശിന് എന്തോ അത്യാവശ്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കേട്ടിട്ട് അങ്ങനെ തോന്നി, അതാ. എന്നാലും സമയം പോയോണ്ടിരിക്കുകയാണ്. 30 സെക്കൻഡ്. കുട്ടിക്ക് കാശിന് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കേട്ടിട്ട് അങ്ങനെ തോന്നി, അതാ. എനിക്ക് അത്യാവശ്യമുണ്ട്. 30 സെക്കൻഡ് ഉള്ളൂ. കുട്ടിക്ക് കാശിന് എന്തോ അത്യാവശ്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കേട്ടിട്ട് അങ്ങനെ തോന്നി, അതാ. കുട്ടാ പറയൂ. സെക്കൻഡ് പോയോണ്ടിരിക്കുകയാണ്. ഡയലോഗ് ഇതാണ്. ഫസ്റ്റ് ഡയലോഗ് ഇതാണ്. കുട്ടാ കുട്ടിക്ക് കാശിന് എന്തോ അത്യാവശ്യം തോന്നുട്ടോ. ടൈം ഔട്ട് ആയി. ഓക്കെ, സെക്കൻഡ് ഡയലോഗ്. ആഞ്ജനേയ സ്വാമി. അത്രേ ഉള്ളൂ. ആഞ്ജനേയ സ്വാമി. അടുത്ത 20,000 എനിക്ക് തരണേ. അടുത്ത ഡയലോഗിൽ ചിലപ്പം കിട്ടുമായിരിക്കും. ആഞ്ജനേയ സ്വാമി കിട്ടിയോ? എനിക്ക് ക്ലൂ കൊടുക്കാവില്ലല്ലോ. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. ചേട്ടാ 10 സെക്കൻഡ് ഉള്ളൂ. ഒരു നോട്ടോ ഒന്നും. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അതൊരു വെറും ഭക്ഷണമല്ല, വികാരമാണ്. എനിക്ക് ക്ലൂ കൊടുക്കാവോ? ഇല്ലല്ലോ. എനിക്ക് പടം അറിയില്ല, പക്ഷെ എനിക്ക് ആരാ അഭിനയിച്ചിരിക്കുന്നതെന്ന് അറിയാം. ക്ലൂ കൊടുക്കുന്ന ടോവിനോ അഭിനയിച്ച പടത്തിന്റെ ഒരു പടവും ഞാൻ കണ്ടിട്ടില്ല. കടയിലിരുന്നിട്ട് മറ്റേ ഹോട്ടലിരുന്നിട്ട് പൊറോട്ട കഴിച്ചിട്ട് ഇങ്ങനെ വരത്തില്ലേ? ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. ഗോതയാണോന്നൊരു ഡൗട്ട് ഉണ്ട്. ഗോത. ഞാൻ അവിടെ നിന്നാ മതിയായിരുന്നു. പഞ്ചാബിൽ പോയിട്ട് പൊറോട്ടയും ബീഫും കഴിക്കുമ്പോൾ മനസ്സിലായില്ലേ? എന്തായാലും ഉത്തരം തെറ്റായി പറഞ്ഞതിന് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഫുൾ എമൗണ്ട് മിക്കവാറും എടുക്കുമെന്ന് തോന്നുന്നു. വലുതായിട്ടൊന്നും ഉണ്ടാവില്ല. ചെറിയ എന്തെങ്കിലും എമൗണ്ടാണെങ്കിൽ നീ എടുത്തോ. 5 രൂപ കഴിഞ്ഞു. 2 രൂപ കൊണ്ടുപോയി. ഇതെന്താ, എനിക്ക് ഗിഫ്റ്റ് ആണോ ഈ ടെഡി ബെയർ? അത് ആറുന്റെ ഗിഫ്റ്റ് ആണ്. അനുമോളെ സന്തോഷവതിയാക്കാനായിട്ട് ഞങ്ങളെ കൂട്ടി ഇത്രയൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുന്നതിന് മുന്നേ ലക്കി കാർഡ് എടുക്കും. ലക്കി ആവട്ടെ.
1, 2, 3 1 തന്നെ എടുക്കുക. ഓ അങ്ങനെ. ചേട്ടാ ചേട്ടനാണ് ഇപ്പോൾ വന്ന് വായിക്കാൻ പോകുന്നത്. സോമദേട്ടാ വെൽക്കം വെൽക്കം വെൽക്കം. ഓക്കെ, അപ്പോൾ ഓർമ്മയുണ്ടോ ഡയലോഗിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാ. അന്തസ് വേണം ഡാ. അന്തസ് ഇത്രയും പ്രായം ആയ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വിളിച്ച് ഉണർത്തി ശല്യപ്പെടുത്തുന്നത് ശരിയാണോടാ? എന്തേലും ആ ഓർമ്മ? അയ്യോ എനിക്ക് ഓർമ്മ അറിയാം. 30 സെക്കൻഡ്. അന്തസ് വേണം ഡാ അന്തസ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ വിളിച്ച് ഉണർത്തി ശല്യപ്പെടുത്തുന്നത് എനിക്ക് അറിയാം. ശരിയാണോ ഡാ? എനിക്ക് അവിടെ നിന്നോ കേട്ടിട്ടുണ്ട് ഞാൻ. ടൈം എന്തായാലും കഴിഞ്ഞു. ചേട്ടാ സെക്കൻഡ് ഡയലോഗ്. ഓക്കെ. യേശു വെറും പാവമാ, യൂദാസ് ഭയങ്കര സാധനം, എന്തുമാത്രം വേദന യേശു സഹിച്ചു. ചേച്ചി വല്ലതും മനസ്സിലായോ? യേശു വെറും പാവമാ, യൂദാസ് ഭയങ്കര സാധനം, എനിക്ക് എന്തുമാത്രം പടം കിട്ടുന്നില്ല, വേദന പടം സഹിച്ചു കിട്ടുന്നില്ല, യേശു. ക്ലൂ ഒന്നും പടം കിട്ടുന്നില്ലെന്ന്. സീനറിയാം നമ്മുടെ മറ്റേ ആക്ടർ. നമ്മുടെ മറ്റേത് പേര് വേണം, സമയം കഴിയും സമയം. ഇനി ലാസ്റ്റ് ഒരു ഡയലോഗ് കൂടി ഉണ്ട്. 10 സെക്കൻഡേ ഉള്ളൂ. അപ്പൊ ചേട്ടൻ വായിച്ചു കഴിഞ്ഞാൽ ചേച്ചി കണ്ടുപിടിക്കും. ആഫ്രിക്കൻ ദ്വീപുകളായ സുമിത്ര ജാവയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പായലാണ് അച്ചു ഇത്. കിട്ടിയില്ല, എനിക്ക് സിനിമയുടെ പേര് കിട്ടുന്നില്ലെന്ന് എനിക്ക്. എല്ലാം ഒന്നും ആഫ്രിക്കൻ ദ്വീപുകളായ ഞാൻ ഈ പടം കണ്ടിട്ടില്ലെങ്കിലോ, കാണാത്ത പടമാണെങ്കിലോ? ചേച്ചിക്ക് ഓർമ്മ ഉണ്ട്. ജാവയിൽ മാത്രം കണ്ടുവരുന്ന പടം കണ്ടിട്ടില്ല. ചേട്ടാ എന്തായാലും വായിച്ചു കഴിഞ്ഞപ്പോ സമയം കഴിഞ്ഞു. എനിക്ക് ഈ മറ്റേ സെക്കൻഡ് ഡയലോഗ് എനിക്ക് മനസ്സിലായി. സെക്കൻഡ് ഡയലോഗ് എനിക്ക് മനസ്സിലായി. ഞാൻ ഹീറോ ആരാന്ന് പറയാം. ആ പറ. ധ്യാൻ ശ്രീനിവാസൻ. ആരാ? ധ്യാൻ ശ്രീനിവാസൻ. അതാണ് ധ്യാൻ ശ്രീനിവാസന്റെ പടം. അതന്നെ, സിമ്പിൾ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആൻസറിൽ നമുക്ക് എടുക്കാം. ആ ചോദ്യത്തിന് ചേച്ചിക്കും ഈ ചോദ്യത്തിന് ചേട്ടനാണ് ഉത്തരം അറിയുന്നത്. ഇപ്പൊ ഇത് പറയുന്ന പോലെ അത് മുകേഷ്. അന്തസ്വനോട് മുകേഷ്. എനിക്ക് അന്തസ്വനോട് പറയുമ്പോൾ മുകേഷ് എന്ന് ഓർത്തു, പക്ഷെ എനിക്ക് മുകേഷ് ആ സിനിമയിലുണ്ടോ? സംഭവം എന്താണെന്നറിയോ? സോനി ചേച്ചിക്ക് ഡയലോഗ് ഒക്കെ ഓർമ്മയുണ്ട്, പടം ഓർമ്മയില്ല. എന്നാലും ഞാൻ നോക്കട്ടെ, മാറ്റാൻ പറ്റുമോ? ഇത് 2 ഉണ്ടോ? അല്ല നോക്കട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷം. 200 ആ സ്ഥലം കൊണ്ടോ 200. ഈ ഷോയില് വെറും 200 രൂപ കൊണ്ടുപോയ ആൾക്കാർ 200 രൂപ പുച്ഛിക്കരുത്. ഞങ്ങൾ ദാനശീലരായ കുടുംബാംഗങ്ങളാണ്. അങ്ങനെ ഞങ്ങളെ കുടുംബം ഒരുപാട് ദാനം ചെയ്തിട്ടുണ്ട്. ഒരു 10,000 അടിച്ചതിന്റെ ഒരു ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അത് എപ്പോഴും കാണേണ്ടതാണ്. അടുത്ത പിടിച്ചോളാം. ഇനി ഒരു ചോദ്യം കൂടെ അല്ലേ? ഓർമ്മയുണ്ടോ ഡയലോഗിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോകുന്നതിന് മുന്നേ ലക്കി കാർഡ്. ഇങ്ങോട്ട് ലക്കി കാർഡ് ഞാൻ ലക്കി എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന എടുക്കണം. അങ്ങനെ ചേട്ടാ തിരിച്ചു വെക്കാം. അപ്പോൾ സോണിയ ചേച്ചി അല്ലേ, കം ഹിയർ. ഓർമ്മയുണ്ടോ ഡയലോഗിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ചേച്ചി ഡു ദി ഓണേഴ്സ്. വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, പ്രേമമില്ല, നല്ല കലക്കം. വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, പ്രേമമില്ല, നല്ല കലക്കം പെങ്കൊച്ചാടാ. എനിക്കെന്നെ അറിയാം. വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, പ്രേമമില്ല, നല്ല കലക്കം പെങ്കൊച്ചാടാ. കൗണ്ടർ ഡയലോഗ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ്. വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, പ്രേമമില്ല, നല്ല കലക്കം പെങ്കൊച്ചാടാ. അതിന്റെ കൗണ്ടർ ഡയലോഗ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, പ്രേമമില്ല, നല്ല കലക്കം പെങ്കൊച്ചാടാ. ചേട്ടാ ഒന്ന് ഓർത്ത്. ഓക്കെ, അടുത്ത ഡയലോഗ്. അച്ഛാ എങ്ങനെയുണ്ട് നേഴ്സുമാരൊക്കെ? അച്ഛാ എങ്ങനെയുണ്ട് നേഴ്സുമാരൊക്കെ? അറിയാം ഈ ഡയലോഗ്. ചേട്ടാ എന്താണ് ചേട്ടാ, 20 സെക്കൻഡേ ഉള്ളൂ. നീ ഇടയ്ക്കിടയ്ക്ക് അത് കുറയ്ക്കാതിരുന്നാ മതി. അച്ഛാ എങ്ങനെയുണ്ട് ഹോസ്പിറ്റൽ? അച്ഛാ എങ്ങനെയുണ്ട് നേഴ്സുമാരൊക്കെ? ഓക്കെ, ഒരു 10 സെക്കൻഡേ ഉള്ളൂ. അതിന് നീ കനികാമേനോനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്നാ ഇപ്പൊ കണ്ടോ, ഞാൻ തന്നെയാടാ. ടൈമായി 10 സെക്കൻഡ്. കനികാമേനോനെ നീ നേരിട്ട് കണ്ടിട്ടുണ്ടാ? എന്നാ ഇപ്പൊ കണ്ടോ, ഞാൻ തന്നെയാടാ. ഓക്കെ സമയം. എനിക്കറിയാം ചേട്ടാ. സൂര്യ ടിവി ഇട്ടാലേ ഈ പടം മാത്രമേ വരത്തുള്ളൂ. ഞാൻ നിന്നാ മതിയായിരുന്നു. പോടന്ന് കണ്ടെനിക്ക്. നീ കനികാമരനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ചാളമേരി പറയുന്നത്. ചേട്ടന് ഡയറക്ടർ ഓർമ്മയുണ്ട്, ആരാണ് പ്രൊഡ്യൂസർ ഓർമ്മയുണ്ട്, പ്രൊഡ്യൂസർ എല്ലാം ഓർമ്മയുണ്ട്. എന്നാലും ഇനി ഒരു സന്തോഷം സഹിക്കാൻ വേണ്ട. എത്ര കിട്ടിയെന്ന് നോക്കട്ടെ. 2
ഞങ്ങൾ ഉദാരമായ സംഭാവന family ആണ് ഇപ്പോഴും മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു സംഭവം ഞാൻ ഞങ്ങൾക്ക് പറയട്ടെ. അങ്ങനെ അഹങ്കാരമേ ഇല്ല. നിങ്ങൾക്കൊരു ഞങ്ങള് സംഭവം ഞാൻ പറയട്ടെ. ചെറിയ എമൗണ്ട് എടുക്കാത്ത ആൾക്കാരാണ്. ഞങ്ങൾ മൊത്തത്തിൽ എത്ര തന്നെന്ന് പറയട്ടെ? 1210 രൂപ തന്നിട്ടുണ്ട്. പുച്ഛിക്കണ്ട, ഞാനൊരു സംഭവം പറയട്ടെ. പറ. അവിടെ തുറക്കാത്ത കാർഡും എനിക്കാണ് സ്വന്തം. അപ്പൊ അതിന്റെ ഉള്ളിൽ 20,000 റുപ്പീസ് ഉണ്ട്. മോളെ അച്ഛനും അനുഗ്രഹിച്ചേ. ഇനി അടുത്ത റൗണ്ടില് കാശ് അടുത്ത റൗണ്ടിൽ മാക്സിമം എമൗണ്ട് 30,000 റുപ്പീസ്. കളി വേറെ ഉണ്ടെന്ന്. ഓക്കെ, നമ്മൾ അടുത്ത റൗണ്ട് പോകുന്നതിന്റെ മുന്നേ ആമോദേട്ടാ ഒരു ചെറിയ മിമിക്രി ഒക്കെ ഞങ്ങള് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചേട്ടന്റെ ടാലന്റ് ഒന്ന് പുറത്തേക്ക് കാണിച്ചാൽ. ഞാനത് പുറത്ത് കാണിച്ചൊരു കാലം കുറേയായി. കുഴപ്പമില്ല, വളരെ നന്നായിട്ട് ചെയ്ത ഒരുപാട് പേരുണ്ടല്ലോ. ഏതെങ്കിലും ഒന്ന് മുകേഷിന്റെ പറയാല്ലേ, അല്ലെങ്കിൽ സോണിയെ നോക്കി പറയാതെ ആ പറയാൻ തോന്നുന്നില്ല, അതുകൊണ്ടാ. കുഴപ്പമില്ല, പറഞ്ഞോ. മാലു പറഞ്ഞല്ലോ മാലുവിനോട് അറപ്പാണ് വെറുപ്പാണ് എന്നൊക്കെ. അതിൻ്റെ 100 ഇരട്ടി ഞാനിപ്പം മാലുവിനെ വെറുക്കുന്നു. അളിയനാ ആരളിയൻ? ഡേയ് ഓടേ. ആ, മുകേഷ് ഏട്ടൻ correct അല്ലേ? ശരിയായല്ലോ. അല്ലേ? ആണ്. അല്ലേ? അതെ അതെ. Godfather. കണ്ടോ? അപ്പൊ സ്ക്രാച്ച് കാർഡ് ആദ്യമായിട്ട് എന്റെ നാടകത്തിന് ഒരാൾ കൈയടിക്കും. ഞാനൊരു 100 വട്ടം കണ്ടിട്ടുണ്ട് ഈ പടം. താങ്ക് യു. കണ്ടോ എനിക്ക് ഇനിയിപ്പോ മാമുക്കോയും കൂടെ പറഞ്ഞു. പൊളിയായിരുന്നു കേട്ടോ. മാമുക്കോയുടെയും കൂടെ ഒരെണ്ണം ഒന്ന് പറഞ്ഞു. അത് ചെറിയ സാധനം. ആ ചെറിയ സാധനം ഒന്ന് പറഞ്ഞു. കൊച്ചല്ല കള്ള നായിന്റെ മോനെ. സൂപ്പറാണ്, അടിപൊളി. ചേട്ടന് ഇത്രയും കഴിവുണ്ടോ? നിനക്കറിയില്ലായിരുന്നല്ലേ? എന്തായാലും കളിക്കാൻ ജയിക്കാമില്ല. ലാസ്റ്റ് റൗണ്ട് നിങ്ങളാണ് താരം. എന്തായാലും നിങ്ങളാണ് താരം. റൗണ്ടിലേക്ക് പോകുന്നതിന്റെ മുന്നേ യുവർ ലക്കി കാർഡ് മാക്സിമം എമൗണ്ട് 30,000 റുപ്പീസ്. ഞാൻ എടുത്തു. എന്റെ നേർക്ക് വന്ന് എന്ത് കണ്ടോ ഞാൻ എടുക്കും. ഓക്കെ, അപ്പൊ ആമോദേട്ടൻ കം ഹിയർ. നമുക്ക് അഭിനയിച്ച് തകർക്കാം. ഓക്കെ, നിങ്ങളാണ് താരം. ഫസ്റ്റ് റൗണ്ട്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പറ. വീട്. ആ വഴി. 1 മിനിറ്റ് സമയമുള്ളൂ കുട്ടി, വേഗം കണ്ടുപിടിക്കുക. 4 സ്റ്റെപ്പ്. പടത്തിന് പേര് എത്രണ്ണുണ്ട്? എത്ര വാക്കുകളുണ്ട്? അടിപൊളി. എത്ര വാക്കുകളുണ്ട്? 3 വാക്കുകളുണ്ടോ? മേലെപ്പറമ്പിലാണ് വീടോ? വീട്, വഴി, വലത്തോട്ട് തിരിഞ്ഞ് 4ാമത്തെ വീട്. പ്രതീക്ഷിച്ചില്ല. ഞാൻ സംസാരിച്ചില്ലല്ലോ. ചേട്ടൻ പറയണത് കണ്ടപ്പോ അത് ശരി, മറ്റുള്ളവർ നന്നാവുന്ന തീരെ ഇഷ്ടമല്ലല്ലേ? ശരിക്കും ഷോയിൽ മാത്രമേ ഈ സ്വഭാവമുള്ളൂ കുട്ടിക്ക്. എനിക്ക് ലക്കി കാർഡ് തുറക്കണം. അതെന്താ ഈ ആകത്തില്ല ഇങ്ങനെ? 30,000 കിട്ടി. അടിയ പേരെ കൂട്ടാൻ ഇതെന്ത് കുറെ വീടുന്നോ? എന്തോന്നടേ ഇത്? ജീവിതത്തിൽ ഇവിടെ വായിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല. എത്രയായി? ഞങ്ങൾക്ക് 13,000 രൂപ. 13,000 രൂപ. ഒരു 7,000 രൂപ ഡിഫറൻസ് നമ്മൾ തമ്മിലുള്ളൂ. 13,000 ആയല്ലേ? എന്നാലും അടുത്തതിനെ പോകുന്നതിന്റെ 13,000 ആയി. അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നതിന്റെ മുന്നേ അത് 20,000 കിട്ടിയില്ലേ മോക്ക്? സ്ഥിരം കിട്ടുന്നല്ലേ? വല്ല പോലും കിട്ടാത്ത ആൾക്കാരുണ്ടായിരുന്നു. ആണല്ലേ? കാശിന്റെ കാര്യത്തിലൊക്കെ അത്യാഗ്രഹം ഉണ്ടായിട്ടൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് സഹായിക്കാറുണ്ട് പാവങ്ങളെ. പാവങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇവിടെ നിൽക്കാൻ ഞാൻ എടുത്തോണ്ടിരിക്കേണ്ടി വരും. നിങ്ങളാണ് താരം. സെക്കൻഡ് റൗണ്ട്. ചേച്ചി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു മിനിറ്റ് സമയമുള്ളൂ, വേഗം കണ്ടുപിടിക്കണം. ജസ്റ്റ് 1 മിനിറ്റ്. എന്തൊക്കെയാണ് കുട്ടി പറഞ്ഞത്? പാവം ഒരു കൈ കൊണ്ടാണ് കാണിക്കുന്നത്. വേഗം കണ്ടുപിടിക്കൂ. ഞാൻ എന്തേലൊക്കെ പറ. എന്തെങ്കിലും ചീത്ത പറഞ്ഞ വാക്ക് എന്തെങ്കിലും പറ. ഞാനല്ലേ എന്നല്ലേ കാണിക്കുന്നേ? നീ ഞാനാണ് ഞാൻ. ഞാനും നീ തമ്മിൽ പിന്നെ ഒന്ന് ഒരു വാക്കുള്ളത് 3 വാക്കുണ്ട്. ഞാൻ ഞങ്ങളും അയാളും ഞാനും തമ്മിൽ ഒരു വാക്ക്
സൗണ്ട് പാടില്ല. ഞാൻ 10 സെക്കൻഡ്സ് ഉള്ളൂ. എന്റെ പിറകിലോ? എന്റെ പിറകിലെന്താ പിള്ളേ? 10 സെക്കൻഡ്. നീ എന്ത് തേങ്ങ അടിക്കുക? ആ ഞാൻ 10 സെക്കൻഡ്. ഓക്കേ ഞാൻ നീ ഓക്കേ, ടൈം അപ്പ് ടൈം അപ്പ് ടൈം അപ്പ്. ഞാൻ ഇങ്ങനെ കാണിച്ചത് 4 വാക്കുണ്ടെന്ന്. അതിന്റെ ആദ്യത്താണ് നീ എന്ന് പറഞ്ഞ, ആ മൂന്നാമത്താണ് ഞാ, നീ, കോ, ഞാ, ച. ആ കോയൊക്കെ കാണിക്കാനുള്ള സമയമില്ല. ആ അതെ, നീയും ഈ ഞാനും ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഉണ്ടാക്കിയ നീ ആളിനെ വിചാരിച്ചു. കാണാൻ പറ്റും എനിക്ക്. നിന്നെ കൊന്ന് അല്ല, ഞാൻ നിന്നെ കൊല്ലും ഞാനും ചാവും. അതിന്റെ ഡയറക്ടർ എനിക്കറിയാം. ആ പറ. ചേട്ടൻ എല്ലാ അല്ല, director അറിയാം. നമ്മളെ സുഹൃത്ത്, ഞാൻ അത് ഇല്ലാന്ന് കുഴപ്പമില്ല. പറഞ്ഞില്ല. ഈ ചോദ്യം ഉണ്ടാക്കിയ ആളിനെ ഒന്ന് കാണാൻ പറ്റുമോ ഇപ്പൊ? ഞാൻ ഇപ്പൊ വിളിക്കാം. ഒരു ചുവന്ന ഷർട്ട് ഇട്ട് അവിടെ മൈക്കും കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ടാവും. എവിടെ ഇരിപ്പുണ്ടെന്നൊന്ന് പറയാൻ പറ്റും? ആളാണ് എല്ലാത്തിനും കാരണം. വെളിയിറങ്ങുമ്പോഴേ ഒന്ന് കാണണമെന്ന് നീയും പറഞ്ഞു. ഞാനും പറഞ്ഞായിരുന്നു ആമോദ്. അയാളും അപ്പൊ ഞാനും ഞാൻ തമ്മിൽ കാണിക്കുന്ന ഇത് കാണിച്ച 4 എണ്ണം. ഒരു മര്യാദ വേണ്ടടി. ആദ്യത്തെ നീന്ന് പറഞ്ഞു, മൂന്നാമത്തത് ഞാനും പറഞ്ഞു. നീക്കോ ഞാച്ചായും ഇതൊക്കെ പോയി തല്ലൂടാ. എന്താക്കി കളിച്ച ആർക്കും മനസ്സിലാവരുത്. ഓക്കേ, നീക്കോ ഞാച്ചാ. ഉള്ള amount നോക്കാം. അതെ, ഈ ഷോ കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഈ പറഞ്ഞ സാധനം. നിന്നെ കൊല്ലം ചാരിച്ചാവും. അതാണ് ഇപ്പൊ നടന്നത്. അല്ല, ഞങ്ങള് തമ്മിൽ കാര്യം പറഞ്ഞത്. ഡയറക്ടർ അവിടെ ഇരിക്കുന്നുണ്ട്, ചുവന്ന ഷർട്ട്. അല്ലേ? അപ്പൊ ഇങ്ങനെ പറയാം, നീക്കൊന്നാച്ചാ ഇറങ്ങുമ്പോ കാണട്ടാ. നമുക്ക് സ്ക്രാച്ച് ചെയ്യാം. എത്ര amount നോക്കാൻ ഒരു ആഗ്രഹം. 0 1 2 0 1 30,000 rupees for Anu Anand. എന്തൊരു പുച്ഛമായിരുന്നു. പോയിട്ട് അടുത്ത വർഷം നീക്കോ നാച്ചാ പറയാമായിരുന്നു. പറയാറുണ്ട്. 30,000 രൂപ എനിക്ക് കിട്ടി. ഇനിയിപ്പോ ഇതിനുള്ളിൽ വല്ല ചെറിയ ചെറിയ പൈസകളൊക്കെ കാണും. അങ്ങനെ 30,000 രൂപ പോയി. ചില്ലറൊക്കെ ഉണ്ടാവും. എന്തൊക്കെയായിരുന്നു ഞാൻ എടുക്കണ. മലപ്പുറം കത്തി. ഇതിപ്പോ എത്രയാണ് കളി? പോയി, അത് പോയടി. അച്ഛനും പോയി, കയ്യിൽ നിന്ന് പോയി. അച്ഛന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പോയി. നിങ്ങളാണ് താരമിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആമോദേട്ട പ്ലീസ് കം ഹിയർ കം. Okay, your time starts now. കുരിശ്. ആ, നിങ്ങൾക്ക് മൊത്തം 1 മിനിറ്റ് സമയമുള്ളൂ. കുരിശ്, ചാപ്പാ കുരിശ്. പ്രാർത്ഥിക്കുന്നു. കുരിശോ? ഒരു കുരിശെന്നാണോ? കുരിശ്. യേശു. യേശു ക്രിസ്തു. പറഞ്ഞ് എന്നെ അടികിട്ടും. യേശു ക്രിസ്തുവാ? ജീസസ് ക്രൈസ്റ്റ്. യേശു. യേശു. യേശു ക്രിസ്തു. സമയം പോയോണ്ടിരിക്കുന്നു. ആമീൻ. ശരിക്കും പറയട്ടെ, ചേച്ചിനെയാണ് നിങ്ങൾ ഈ റൗണ്ടിൽ രണ്ടാമത്തെ അത് ഇറക്കുന്നത്. ഞങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അവള് പറയുന്ന എനിക്കൊന്നും മനസ്സിലാവാറില്ല, പക്ഷെ ഞാൻ പറഞ്ഞ അവർക്ക് മനസ്സിലാവും. 20 സെക്കൻഡിനുള്ളിൽ തന്നെ ചേച്ചി ആണല്ലേ? എവിടെ നിന്ന് കിട്ടുന്ന യേശു പറഞ്ഞു കുരിശ് പറഞ്ഞു എന്തോ ഒരു സാധനം ഉണ്ടല്ലോ മിസ്. വരയ്ക്ക് 30 രൂപ. ഞാൻ കളി നിർത്തി. 30 രൂപ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നല്ലോ പണ്ട്. എനിക്ക് 30 രൂപ കൊടുക്കുമ്പോ ഭയങ്കര സന്തോഷമായിരുന്നല്ലേ. നമുക്ക് 13,030 കിട്ടിയിട്ടുണ്ട്. ഒരു ആശ്വാസം. ആ 30,000 രൂപ സേവ് ചെയ്തതിന്റെ ഒരു ആശ്വാസം ഉണ്ട്. 13,030 രൂപ കിട്ടിയാൽ മതി. ഓക്കെ, മൊത്തം നിങ്ങൾ എത്ര എമൗണ്ട് അടിച്ചു? 13,030. 13,030. പിന്നെ ഒരു 30,000 അനു നമുക്ക് തരാന്ന് പറഞ്ഞായിരുന്നു. കിട്ടുമ്പോൾ നമ്മൾ ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. ഇന്നലെ വിളിച്ച പറഞ്ഞു ഇവിടെ കിട്ടുന്ന പൈസ ആരോടും പറയണ്ട. ഒരു 10 രൂപ പോലില്ല. എന്നിട്ടാണ് എന്റെ അടുത്ത് 30,000. ഇന്നലെ പറഞ്ഞില്ലേ നമ്മളെ അടുത്ത്? നമ്മൾ ഇന്നലെ പറഞ്ഞില്ല അനു, പൈസ അങ്ങോട്ട് കിട്ടിയാലും കമ്പനി കിട്ടുന്നത് നമുക്കുണ്ടായിരുന്നു. ചേച്ചി എന്തായാലും 13,013 അടിച്ചല്ലോ. ആ ഒരു സന്തോഷം നമുക്ക് ആഘോഷിക്കാം. ചേച്ചിയുടെ അടിപൊളി പാട്ട്. അടിപൊളി പാട്ടാണോ വേണ്ടത്? ഏത് പാട്ടാണ് ചേച്ചിക്ക് ഇഷ്ടമുള്ള പാട്ട്? ഓക്കെ, ഞാൻ ഒരു മെലഡി പാടി ഒരു ആറു കയ്യിലിരിക്കുന്നോണ്ട് ഒരു താരാട്ട് പാട്ടിന്റെ പാടാം. ഉറക്കം വന്നല്ലേ? മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. ഇങ്ങനെയൊക്കെ പാടിയ ഞാൻ ഇത് ഏതാ മൂവി എന്ന് പറഞ്ഞ? ഇത് ഏതാ മൂവി എന്ന് പറഞ്ഞ? മാനത്തെ വെള്ളിത്തേര്. ശ്രീനിവാസൻ. എല്ലാം അറിയാം. ഞാനൊരു എൻസൈക്ലോപീഡിയ. ആരാ ഡയറക്ടർ? മാനത്തുള്ളി ആരാ ഡയറക്ടർ? ചേട്ടാ അത് ചേട്ടൻ തന്നെ പറയണം. അത് ശരി. ബുദ്ധിയില്ല.
ഇതുവരെ വന്ന ഗസ്റ്റില് ആദ്യമായിട്ടാണ് ഒരു ഗസ്റ്റ് ഇത്രയും വലിയ എമൗണ്ട് അടിച്ചിട്ടുള്ളത്. അതായത് 13,030 റുപ്പീസ്. നിങ്ങളാണ് വേറെ ഒരു സംഭവം കൂടിയുണ്ട്. പൊതുവെ 2 ആൾക്കാർ വരും, അത് അവർ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകും. നിങ്ങൾക്ക് ആ ആവശ്യം പോലും ഇല്ല. മൊത്തം എമൗണ്ട് ഫാമിലിക്കാണ്. കണ്ടില്ലേ? ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. എന്നാലും 13,030 റുപ്പീസ് അടിച്ചിരിക്കുന്നു നിങ്ങൾ രണ്ടുപേർക്കും ഞങ്ങളെ വക. പ്ലീസ് സെന്റർ സ്റ്റേജിലേക്ക് വരണം. ആ ശരി, സന്തോഷത്തോടെ വരാം അല്ലേ. ആദ്യമായിട്ടാണ് ഒരു കപ്പിൾസ് വന്ന് ഇത്രയും എമൗണ്ട് വിൻ ചെയ്യുന്നത്. ചേട്ടാ പറയൂ. ഇതൊരു തുടർക്കഥയാക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ തുടർന്നും വരുന്നതായിരിക്കും. എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. ഞങ്ങൾ നന്നായിട്ട് വീട്ടിൽ പോയി വർക്ക് പിന്നെ ചെയ്തിട്ട് അനുവിന് കിട്ടിയ 30,000 ഞങ്ങൾക്ക് തന്നതിലും ഒരുപാട് സന്തോഷമാണ്. ഞാൻ തന്നിട്ടില്ല. ഗൂഗിൾ പേയിൽ അയച്ചല്ലോ അത്. അത് അല്ല, നിങ്ങളുടെ പൈസ. ഞങ്ങളുടെ പൈസ അല്ലാതെ ഇന്നലെ നമ്മള് എന്തായാലും സെക്കൻഡ് സീസൺ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്തായാലും വരണം. അപ്പോൾ ഇതിനെക്കാട്ടിലും വലിയ എമൗണ്ട് വിൻ ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം വരയ്ക്കുമ്പോഴെല്ലാം ഇത് എനിക്കുള്ളതെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചോണ്ടിരുന്ന ആളാണ്. എന്റെ മനസ്സിൽ ഫുള്ള് നന്മകൾ മാത്രമേ. ഒന്ന് ചിരിച്ചേ. തോന്നുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്നുമില്ല, വലുതായിട്ട് തോന്നുന്നുണ്ട്. ഒഴുകിയല്ലേ നന്മയിങ്ങനെ ഒഴുകുക. പഠിച്ചു. നമുക്കിങ്ങനെ ഒരു ചാല് വെട്ടി കൊടുത്താൽ മതി. എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങളെ ഷോയിലേക്ക് വന്നതിന്. ഉറപ്പായിട്ടും ഇതേപോലെ ഒരു അടിപൊളി ഗസ്റ്റിനായിട്ട് ഞാൻ നിങ്ങളെ നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യാം. Until then, this is Anu Anand signing off from കളിക്കാം ജയിക്കാം. ആ പാട്ട് എനിക്ക് വേണ്ടി ഇട്ടതാ. ആ ഹീറോയിൻ ഇല്ലായിരുന്നു, ഞാൻ അതുമാതിരി